നമസ്കാരം, ഞാൻ ജേക്കബ് ജോജിൻസ്. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി നമ്മൾ +2 ഇംഗ്ലീഷ് പാഠഭാഗത്തെ 3ാമത്തെ യൂണിറ്റായ ചാലഞ്ചസ് ഓഫ് ലൈഫിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തു വന്നത്. അതിലെ ആദ്യത്തെ 2 ചാപ്റ്റേഴ്സും നമ്മൾ ഏകദേശം പറഞ്ഞു തീർത്തു. ആദ്യത്തെ ചാപ്റ്റർ എ 3-വീൽ റെവല്യൂഷൻ, അതൊരു ഇർഫാൻ അലം എന്ന് പറയുന്ന ഒരു യങ് ഓണ്ടർപ്രണറുമായിട്ട് നടത്തുന്ന ഒരു ഇൻ്റർവ്യൂ ആണത്. രണ്ടാമത്തെ ദീദി എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. അത് ഷഹീൻ മിസ്ട്രി എന്ന് പറയുന്ന ഒരു യുവ എഡ്യൂക്കേഷനിസ്റ്റിൻ്റെ ഒരു വിദ്യാഭ്യാസ വിചക്ഷണയുടെ ജീവിതകഥയാണ്. അവരെങ്ങനെ മുംബൈയിലെ ചേരികളിൽ വിദ്യാഭ്യാസം എത്തിച്ചു, അവരെ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നുള്ള അവരുടെ ഒരു ജീവിത വീക്ഷണമാണ് നമ്മൾ ദീദി എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ കണ്ടത്. ഇനി മൂന്നാമത്തെ ചാപ്റ്റർ ഒരു പോയമാണ്. ഒരു മലയാളിയായ പോയറ്റ് എഴുതിയ ഒരു പോയമാണ് നമ്മൾ മൂന്നാമത് ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതും ആ പോയത്തെക്കുറിച്ചാണ്. ആ പോയം എഴുതിയിരിക്കുന്നത് നമുക്കെല്ലാം സുപരിചിതമായ ഒരു പേരാണ്. മലയാളികളാണ് നമുക്ക് ഏറെ സുപരിചിതമായ ഒരു പേരാണ്. കെ സച്ചിദാനന്ദൻ എന്ന് പറയുന്ന ഒരു മലയാളിയാണ് ഈ പോയം എഴുതിയത്. കെ സച്ചിദാനന്ദനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും, എന്നാലും നമ്മൾ കേൾക്കാത്ത ചില കാര്യങ്ങളുണ്ട്. 2011 അദ്ദേഹം സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസിന് വേണ്ടി ശുപാർശ ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടു. നിർഭാഗ്യം കൊണ്ട് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയിരുന്നെങ്കിൽ ആദ്യമായി സാഹിത്യത്തിന് നോബൽ പ്രൈസ് കിട്ടുന്ന ആദ്യത്തെ മലയാളി എന്നുള്ള റെക്കോർഡ് അദ്ദേഹത്തിൻ്റെ പേരിൽ, കെ സച്ചിദാനന്ദൻ്റെ പേരിൽ വന്നേനെ. ഇന്ന് നമുക്ക് സച്ചിദാനന്ദനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറയാം. 1946 ആണ് ഇദ്ദേഹം ജനിച്ചത്. കേരളത്തിലാണ് ജനിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, മലയാളം. ഇദ്ദേഹം കേരളത്തിലാണ് ജനിച്ചത്. ഒരേ സമയം മലയാളവും ഇംഗ്ലീഷും അദ്ദേഹത്തിൻ്റെ പോയട്രി, മലയാളത്തിലും ഇംഗ്ലീഷിലും അദ്ദേഹം കവിത എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹീസ് ദ പൈനിയർ ഓഫ് മോഡേൺ പോയട്രി ഇൻ മലയാളം. മലയാളത്തിൽ ആധുനിക കവിതാ സാഹിത്യത്തിൻ്റെ കവിതാശാഖയുടെ ഒരു തുടക്കക്കാരൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ കെ സച്ചിദാനന്ദനെ പറയാം. അതുപോലെ തന്നെ അദ്ദേഹം ഒരു ക്രിട്ടിക്കാണ്. അതുപോലെ തന്നെ ഒരു കോളമിസ്റ്റാണ്. പത്രങ്ങളിലും മാഗസിനിലും എല്ലാം കോളംസ് എഴുതുന്നയാളാണ്. ഒരു ട്രാൻസ്ലേറ്ററാണ്, ഒരു പരിഭാഷകനാണ്. അതുപോലെ തന്നെ ഫോർമർ സെക്രട്ടറി ഓഫ് ദ കേരള സാഹിത്യ അക്കാദമിയുടെ പഴയൊരു ഒരു സെക്രട്ടറി കൂടിയാണ് ഈ കെ സച്ചിദാനന്ദൻ. ഹീസ് ആൻ എൻവയോൺമെന്റലിസ്റ്റ്. അദ്ദേഹം ഒരു പ്രകൃതി സംരക്ഷകൻ, പ്രകൃതിവാദിയും കൂടിയാണ്, പരിസ്ഥിതിവാദിയും കൂടിയാണ് അദ്ദേഹം. അതുമാത്രമല്ല, ഹി ഓൾവേസ് ഫൈറ്റ്സ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ്. മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ പോരാടുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ കെ സച്ചിദാനന്ദൻ. അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, 2011 സാഹിത്യത്തിലുള്ള നോബൽ പ്രൈസിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ പേര് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതും നമുക്ക് അഭിമാനജനകമായ ഒരു കാര്യമാണ്. ഇനി നമുക്ക് ഈ പോയത്തിലേക്ക് വരാം. സ്റ്റാമർ എന്ന് പറയുന്ന ഈ ഒരു സച്ചിദാനന്ദൻ എഴുതിയ പോയം. അതിനു മുമ്പ് അതിനെക്കുറിച്ചൊരു ഓവർവ്യൂ, ഒരു ചെറിയ നോട്ട് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ നോട്ട് വായിച്ചിട്ട് എന്താ നോക്കാം. വി ക്യാൻ കംപ്ലെയിൻ ബിക്കോസ് റോസ് ബുഷസ് ഹാവ് തോൺസ് ഓർ റിജോയ്സ് ബിക്കോസ് തോൺ ബുഷസ് ഹാവ് റോസ്. അതായത് എബ്രഹാം ലിങ്കന്റെ മനോഹരമായ ഒരു കോട്ടോട് കൂടിയിട്ടാണ് ഈ പോയം ആരംഭിക്കുന്നത്. വി ക്യാൻ കംപ്ലെയിൻ ബിക്കോസ് റോസ് ബുഷസ് ഹാവ് തോൺസ്. അതായത് മനോഹരമായ റോസാ ചെടിയിൽ മുള്ളുകളുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പരാതി പറയാം. അതുപോലെ തന്നെ വി ക്യാൻ റിജോയ്സ് ബിക്കോസ് തോൺ ബുഷസ് ഹാവ് റോസസ്. അതായത് മനോഹരമായ മുൾച്ചെടിയിൽ, അല്ലെങ്കിൽ ക്രൂരത നിറഞ്ഞ മുൾച്ചെടിയിൽ മനോഹരമായ റോസാ ചെടി ഉണ്ടായതിൽ നമുക്ക് സന്തോഷിക്കാം എന്ന് പറയുന്നത്. അതായത് ഒരു കാര്യത്തിന് എപ്പോഴും ഒരുപോലെ 2 വശങ്ങളുണ്ട് എന്നാണ് എബ്രഹാം ലിങ്കൻ ഇവിടെ പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ പറയാം, പകുതി അടച്ചിട്ട വാതിൽ ഒരു ഡോർ ഈസ് ഹാഫ് ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ ദ ഡോർ ഈസ് ഹാഫ് ഓപ്പൺഡ് എന്നാണ്. പകുതി തുറന്നിട്ട അല്ലെങ്കിൽ പകുതി അടച്ചിട്ട വാതിൽ, അത് പകുതി തുറന്നിട്ടിരിക്കുകയാണോ പകുതി അടച്ചിട്ടിരിക്കുകയാണോ എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. അത് ഓരോരുത്തരുടെ വീക്ഷണമാണ്. ചിലർ പറയും അത് പകുതി അടച്ചിട്ട വാതിലാണ്, ചിലർ പറയും അത് പകുതി തുറന്നിട്ട വാതിലാണ് എന്ന് പറയുന്നതുകൊണ്ടാണ് ഇവിടെ എബ്രഹാം ലിങ്കന്റെ ഈ ഒരു വാചകവും. അതായത് മനോഹരമായ റോസാ ചെടി, ഒരു റോസാപ്പൂവ് ഒരു മുള്ള് നിറഞ്ഞ ചെടിയിൽ ഉണ്ടായി എന്ന് പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് കംപ്ലൈൻറ്റ് ചെയ്യാം.
ശരിയല്ലേ? അതുപോലെ തന്നെ അല്ല സോറി, മനോഹരമായ ഒരു റോസാപുഷ്പം മുള്ളു നിറഞ്ഞ ഒരു ചെടിയിൽ ഉണ്ടായല്ലോ എന്ന് പറഞ്ഞ് നമുക്ക് സന്തോഷിക്കാം. അതുപോലെ നമുക്ക് വേണമെങ്കിൽ പറയാം ആ റോസാ ചെടിയിൽ മുഴുവൻ മുള്ളാണ് എന്ന് പറഞ്ഞ് നമുക്ക് പരാതിയും പറയാം. ഒരേ സമയം നമുക്ക് സന്തോഷിക്കാനും ഒരേ സമയം നമുക്ക് പരാതി പറയാനുമുള്ള ഒരു സാഹചര്യം അവിടെയുണ്ട്. അതായത് എല്ലാ കാര്യങ്ങൾക്കും രണ്ട് വശങ്ങളുണ്ട് എന്ന് ഇവിടെ എബ്രഹാം ലിങ്കൺ പറയുകയാണ്. ഇനി ഹിയർ പെർസ്പെക്റ്റീവ്സ് മേക്സ് ദ ഡിഫറൻസ്. റീഡ് ആൻഡ് എക്സ്പീരിയൻസ് ദ പോയറ്റിക് റെൻഡിഷൻ ഓഫ് സ്റ്റാമർ ബൈ കെ സച്ചിദാനന്ദൻ. സോ ഇവിടെ പറയുകയാണ് ഹിയർ ദ പെർസ്പെക്റ്റീവ്സ് മേക്ക് ദ ഡിഫറൻസ്. ഇവിടെ വ്യത്യാസം കൊണ്ടുവരുന്നത് എന്താണ്? പെർസ്പെക്റ്റീവ്സ് ആണ്, കാഴ്ചപ്പാടുകളാണ് ഇവിടെ വ്യത്യാസം കൊണ്ടുവരുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു ഡോറ് പകുതി അടച്ചു കിടക്കുന്ന ഡോറ് പകുതി അടഞ്ഞിരിക്കുകയാണോ പകുതി തുറന്നിരിക്കുകയാണോ എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. അതുപോലെ റോസ് ബുഷസ് ഓഫ് തോൺസ്, അതായത് മനോഹരമായ റോസാ ചെടിയിൽ മുള്ളുകളാണ് എന്ന് പറഞ്ഞ് നമുക്ക് പരാതി പറയാം. അതോടൊപ്പം തന്നെ ഇത്രയും മുള്ളു നിറഞ്ഞ ഒരു റോസാ ചെടിയിൽ സുന്ദരമായ മനോഹരമായ പൂക്കളുണ്ടായി എന്ന് പറഞ്ഞ് നമുക്ക് സന്തോഷിക്കുകയും ചെയ്യും. ഇവിടെ പേഴ്സ്പെക്റ്റീവാണ് ഇവിടെ പ്രശ്നമുണ്ടാക്കുന്നത്, നമ്മുടെ ചിന്താഗതി. ഓക്കെ, ഇനി നമുക്ക് കെ സച്ചിദാനന്ദൻ്റെ സ്റ്റാമറിലേക്ക് വരാം. സ്റ്റാമർ എന്ന് പറഞ്ഞ വാക്ക് നമുക്കറിയാം, നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അറിയാതിരിക്കാം. വിക്ക് എന്നാണ് ആ വാക്കിൻ്റെ മലയാള അർത്ഥം. വിക്ക്. ഇവിടെ സച്ചിദാനന്ദൻ തുടങ്ങിയാണ്, സ്റ്റാമർ ഈസ് നോ ഹാൻഡിക്യാപ്പ്, ഇറ്റ് ഈസ് എ മോഡ് ഓഫ് സ്പീച്ച്. സ്റ്റാമർ, വിക്ക് എന്ന് പറയുന്നത് ഒരു അംഗവൈകല്യമല്ല, അതൊരു മോഡ് ഓഫ് സ്പീച്ച്, അതൊരു സംസാര രീതിയാണ്. ചിലരുടെ ഒരു സംസാര രീതിയാണ് വിക്ക്. ശരിക്കും വിക്ക് എന്ന് പറയുന്ന ഒരു വിഭാഗം വിക്കുള്ള ആളുകൾ ഉണ്ട് കേട്ടോ. ഇവിടെ അതല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ ആ അംഗവൈകല്യത്തെക്കുറിച്ചല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മുടെ സംസാര രീതിയിൽ നമ്മൾ കൊണ്ടുവരുന്ന വിക്ക്, അതായത് നമ്മൾ ചില കാര്യങ്ങളിൽ സ്കൂട്ടാവാൻ വേണ്ടിയിട്ട് വിക്ക് അഭിനയിക്കും. നമ്മൾ പറയും ബബ്ബ പറയാമെന്നോ എന്ന് പറഞ്ഞോണം. ആ രീതിയിൽ നമ്മൾ സ്കൂട്ടാവാൻ വേണ്ടി കൃത്യമായ ഉത്തരങ്ങൾ നമുക്ക് നൽകാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ വിക്കുള്ളതായിട്ട് അഭിനയിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹിയർ സ്റ്റാമർ ഈസ് നോ ഹാൻഡിക്യാപ്പ്, ഇറ്റ് ഈസ് എ മോഡ് ഓഫ് സ്പീച്ച്. ഇതൊരു സംസാര രീതിയാണ്. സ്റ്റാമർ ഈസ് ദ സൈലൻസ് ദാറ്റ് ഫോൾസ് ബിറ്റ്വീൻ ദ വേർഡ് ആൻഡ് ഇറ്റ്സ് മീനിങ്. സ്റ്റാമർ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാമർ ഈസ് ദ സൈലൻസ് ദാറ്റ് ഫോൾസ് ബിറ്റ്വീൻ ദ വേർഡ് ആൻഡ് ഇറ്റ്സ് മീനിങ്. വാക്കിനും അതിൻ്റെ അർത്ഥത്തിനുമിടയിൽ ഒളിഞ്ഞുകിടക്കുന്ന ഒരു നിശബ്ദതയാണ് സ്റ്റാമർ എന്ന് പറയുന്നത്. അതായത് വാക്കിനും ശബ്ദത്തിനും, നമ്മൾ പറയുന്ന വാക്ക്, നമ്മൾ ഉച്ചരിക്കപ്പെടുന്ന വാക്കിനും അതിൻ്റെ അർത്ഥത്തിനും, ആ വാക്കിനും അതിൻ്റെ അർത്ഥത്തിനും ഇടയിൽ ഒളിഞ്ഞു കിടക്കുന്ന നിശബ്ദതയാണ് ഒരുപക്ഷെ സ്റ്റാമർ എന്ന് പറയാൻ പറ്റുന്നത്. Then, just as lameness is the silence that falls between the word and the deed. അതായത് വേർഡ്, വാക്കും പ്രവൃത്തിയും, വാക്കിനും പ്രവൃത്തിക്കും ഇടയിൽ ഒളിഞ്ഞു കിടക്കുന്ന നിശബ്ദതയാണ് മുടന്ത് എന്ന് പറയുന്നത് പോലെ വാക്കിനും അർത്ഥത്തിനും ഇടയിൽ ഒളിഞ്ഞു കിടക്കുന്ന നിശബ്ദതയാണ് വിക്ക് എന്ന് പറയുന്നത്. അതായത് വളരെ കൃത്യമായിട്ട് ഇവിടെ പറയുകയാണ്, വിക്ക് എന്ന് പറയുന്ന ഒരു ഹാൻഡിക്യാപ്പ് അല്ല, ഒരു അംഗവൈകല്യമല്ല, അത് ചില ആളുകളുടെ സംസാര രീതിയാണ്. അതായത് ചില കാര്യങ്ങളിൽ അവർക്ക് ഉത്തരം മുട്ടുമ്പോൾ അവർ വിക്ക് അഭിനയിക്കുകയാണ്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ആളുകളോട് വ്യക്തമായി പറയേണ്ടതില്ല എന്നവർ തീരുമാനിക്കുമ്പോൾ അവർ വിക്ക് അഭിനയിക്കുകയാണ്. അതായത് പെർസ്പെക്റ്റീവിൻ്റെ വ്യത്യാസമാണ്. നമ്മുടെ ചിന്താരീതി അങ്ങനെയാണ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്, അതുകൊണ്ട് നമ്മൾ വിക്ക് അഭിനയിക്കുന്നു. ഡിഡ് സ്റ്റാമർ പ്രിസീഡ് ലാംഗ്വേജ് ഓർ സക്സീഡ്? വിക്കാണോ അതെയോ ഭാഷയാണോ ആദ്യം ഉണ്ടായത്? വീണ്ടും ഉയർത്തപ്പെടുന്ന ഒരു ചോദ്യമാണ്. ഈസ് ഇറ്റ് ഓൺലി എ ഡയലക്ട് ഓർ എ ലാംഗ്വേജ് ഇറ്റ് സെൽഫ്? എന്താണ് ഡയലക്റ്റ് എന്ന് പറഞ്ഞാൽ? പ്രാദേശികമായ ഭാഷാ വ്യത്യാസങ്ങളെയാണ് ഡയലക്റ്റ് എന്ന് പറയുന്നത്. ഇതൊരു പ്രാദേശികമായ ഭാഷാ വ്യത്യാസമാണോ? പ്രാദേശികമായ ഭാഷാ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരംകാർക്ക് ഒരു സ്ലാങ് ഉണ്ട്, അതിന് നമുക്കൊരു ഡയലക്റ്റ് എന്ന് പറയും. തൃശ്ശൂർ വന്നു കഴിഞ്ഞാൽ അവർക്ക് വേറെ സ്ലാങ് ഉണ്ട്, അത് വേറൊരു ഡയലക്റ്റ്. കണ്ണൂരുകാർക്ക് വേറെ സ്ലാങ് ഉണ്ട്, അതൊരു ഡയലക്റ്റ്. അപ്പോൾ അത്തരം പ്രാദേശികമായ ഭാഷ, അതായത് സെയിം ലാംഗ്വേജ് തന്നെ, പക്ഷേ അത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത രീതിയിൽ ചെറിയ ചെറിയ വ്യത്യാസത്തോടു കൂടി സംസാരിക്കപ്പെടുന്നു. ആ വ്യത്യാസത്തെയാണ് നമ്മൾ ഡയലക്റ്റ് എന്ന് പറയുന്നത്. സോ ഈസ് ഇറ്റ് ഓൺലി എ ഡയലക്റ്റ് ഓർ എ ലാംഗ്വേജ് ഇറ്റ് സെൽഫ്? ഇതൊരു ഡയലക്റ്റ് ആണോ അതെയോ ഇനി ഇതൊരു ഭാഷ തന്നെയാണോ? ഇതൊരു പ്രാദേശിക ഭാഷാ വ്യത്യാസമാണോ അതെയോ ഇനി ഇതൊരു ഭാഷ തന്നെയാണോ? അതായത് വിക്ക് എന്ന് പറയുന്നതിന് നമുക്കൊരു ഡയലക്റ്റ് എന്ന് പറയാൻ പറ്റുമോ അതെയോ അതൊരു ഭാഷ തന്നെയാണോ എന്ന് സച്ചിദാനന്ദൻ ചോദിക്കുകയാണ്. ദീസ് ക്വസ്റ്റ്യൻസ് മേക്ക് ദ ലിംഗ്വിസ്റ്റ് സ്റ്റാമർ. ഇത്തരം ചോദ്യങ്ങൾ ഈ ഭാഷാ പണ്ഡിതനെ പോലും വിക്കുള്ള ഒരാളാക്കി മാറ്റുകയാണ്.
അതായത് ഇത്തരം ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഭാഷാപണ്ഡിതന് ഒരു ഉത്തരമില്ല. ഭാഷാശാസ്ത്രജ്ഞനാണ് ലിംഗ്വിസ്റ്റ്, അദ്ദേഹത്തിന് പോലും ഒരു മറുപടി പറയാനില്ല. അപ്പോൾ അദ്ദേഹവും വിക്ക് അഭിനയിക്കുകയാണ്. അപ്പോൾ വിക്ക് എന്ന് പറയുന്നത് എന്താണ്? അത് ഒരു മോഡ് ഓഫ് സ്പീച്ചാണ്. അതായത് ഉത്തരം മുട്ടുമ്പോൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു പ്രിക്കോഷൻ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് സ്റ്റാമറിനെ കണക്കാക്കാം. ഒരു അംഗവൈല്യമായിട്ട് കണക്കാക്കണ്ട ഇവിടെ എന്നാണ് സച്ചിദാനന്ദൻ പറഞ്ഞു വരുന്നത്. ഈച്ച് ടൈം വി സ്റ്റാമർ വി ആർ ഓഫറിങ് എ സാക്രിഫൈസ് ടു ദ ഗോഡ് ഓഫ് മീനിങ്സ്. സോ ഓരോ തവണ നമ്മൾ വിക്ക് അഭിനയിക്കുമ്പോഴും അല്ലെങ്കിൽ വിൽക്കുമ്പോഴും, അതായത് അർത്ഥങ്ങളുടെ ദേവതയ്ക്ക് നമ്മളൊരു ബലി കഴിക്കുകയാണ് ചെയ്യുക. ആ ബലി കഴിക്കുകയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് അർത്ഥങ്ങളുടെ ദേവതയ്ക്ക്, അർത്ഥങ്ങളുടെ ദേവന് നമ്മളൊരു ബലി കഴിക്കുന്നു എന്ന് പറയുമ്പോൾ, അതായത് പറയേണ്ട ചില കാര്യങ്ങൾ നമ്മൾ മനഃപൂർവ്വം പറയാതിരിക്കുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ വെളിപ്പെടുത്തേണ്ട ചില കാര്യങ്ങൾ നമ്മൾ മനഃപൂർവ്വം ഒളിച്ചു വയ്ക്കുന്നു. When a whole people stammer becomes their mother tongue. അതായത് ഒരു പ്രദേശത്തെ മുഴുവൻ ആളുകളും സ്റ്റാമർ ചെയ്യാണ്, വിക്കുള്ളവരായി അഭിനയിക്കുകയാണ് എങ്കിൽ വിക്ക് അവരുടെ മദർ ടങ്ങായി മാറുകയാണ്, അവരുടെ മാതൃഭാഷയായി മാറുകയാണ്. God too must have stammered when he created man. ദൈവവും വിക്കിയിട്ടുണ്ടാവും എപ്പോൾ അദ്ദേഹം മനുഷ്യരെ ഉണ്ടാക്കിയ സമയത്ത്, മനുഷ്യരെ ക്രിയേറ്റ് ചെയ്ത സമയത്ത്. ദാറ്റ് ഈസ് വൈ ഓൾ ദ വേർഡ്സ് ഓഫ് മാൻ ക്യാരി ഡിഫറെൻറ്റ് മീനിങ്. അതുകൊണ്ടായിരിക്കാം മനുഷ്യൻ്റെ എല്ലാ വാക്കുകൾക്കും ഒന്നിലധികം അർത്ഥങ്ങളുണ്ടായത്. അല്ലേ, നമ്മളൊരു വാക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഒന്നിലധികം അർത്ഥങ്ങളുണ്ട്. നമ്മളിപ്പോൾ ചില മൂളലുകൾ ചിലപ്പോൾ അതേ എന്ന് നമുക്ക് അതേ എന്നുള്ളൊരു ധ്വനി ഉണ്ടാവാം, അല്ലെങ്കിൽ അല്ല എന്നൊരു ധ്വനി ഉണ്ടാവാം. അതാണ്, അതായത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച സമയത്ത് അദ്ദേഹം വിക്കിയത് കൊണ്ടാവാം മനുഷ്യർ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് വ്യത്യസ്ത അർത്ഥങ്ങളുണ്ടായത്. That is why everything he utters from his prayers to his command stammers like poetry. അതുകൊണ്ടാണ് മനുഷ്യർ എന്തു പറഞ്ഞാലും ഫ്രം ഹിസ് പ്രേയേഴ്സ്, അവൻ്റെ പ്രാർത്ഥന മുതൽ, ടു ഹിസ് കമാൻഡ്സ്, അവൻ്റെ ആജ്ഞകൾ വരെ വിക്കുള്ളതായി മാറുന്നത്. അതായത് പോയത്തെ പോലെ, കവിതയെ പോലെ. അതായത് മനുഷ്യൻ പറയുന്ന എല്ലാ കാര്യങ്ങളിലും അവൻ വിക്ക് മനഃപൂർവ്വം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അതിൻ്റെ കാരണം he has something to hide from others. ഇവിടെ വിക്ക് എന്ന് പറയുന്നത് ഒരു ഹാൻഡിക്യാപ്പ് അല്ല, അതൊരു സംസാര രീതിയാണ്, ആളുകളുടെ ഒരു സംസാര രീതിയാണ്. ഓക്കെ, ഇത്രയുമാണ് ഈ പോയത്തിൻ്റെ ഒരു സമ്മറി എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ആക്ടിവിറ്റീസിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, think and write. What does the poet think of stammer primarily? സ്റ്റാമറിനെ കുറിച്ച് പോയറ്റ് ആദ്യമായി ചിന്തിക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്താണ് സ്റ്റാമറിനെ കുറിച്ചുള്ള പോയറ്റിൻ്റെ, കവിയുടെ അഭിപ്രായം? പോയറ്റ് കൺസിഡേഴ്സ് സ്റ്റാമർ ആസ് എ മോഡ് ഓഫ് സ്പീച്ച്, നോട്ട് എ ഹാൻഡിക്യാപ്പ്, ആൻഡ് ഇറ്റ് ഈസ് ദ സൈലൻസ് ദാറ്റ് ഫോൾസ് ഇൻ ബിറ്റ്വീൻ ദ വേർഡ് ആൻഡ് ഇറ്റ്സ് മീനിങ്. ഇതൊരു ഹാൻഡിക്യാപ്പ് അല്ല, ഇതൊരു മോഡ് ഓഫ് സ്പീച്ചാണ്. ഇത് വാക്കിനും അതിൻ്റെ അർത്ഥത്തിനുമിടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു നിശബ്ദതയാണ് ഈ സ്റ്റാമർ എന്ന് പറയുന്നത്. ഹൗ ഡസ് ദ പോയറ്റ് ലിങ്ക് സ്റ്റാമർ ആൻഡ് ലെയിംനെസ് ടു സൈലൻസ്? there are gaps between words and meanings and it is stammering. വാക്കിനും അർത്ഥത്തിനുമിടയിൽ വിടവുണ്ടെങ്കിൽ, നിശബ്ദതയുണ്ടെങ്കിൽ അത് സ്റ്റാമറിങ് ആയി. അതുപോലെ തന്നെ വാക്കിനും പ്രവർത്തിക്കും, അത് ദ്യോതിപ്പിക്കുന്ന പ്രവർത്തിക്കും ഇടയിൽ നിശബ്ദതയുണ്ടെങ്കിൽ അത് ലെയിംനെസ്സായി എന്നാണ് പോയറ്റ് പറയുന്നത്. വാട്ട് അക്കോർഡിംഗ് ടു ദ പോയറ്റ് ഡസ് എ പേഴ്സൺ ഡു വെൻ ഹി സ്റ്റാമേഴ്സ്? സോ വെൻ എ പേഴ്സൺ സ്റ്റാമേഴ്സ് ഹി ഓഫേഴ്സ് എ സാക്രിഫൈസ് ടു ദ ഗോഡ് ഓഫ് മീനിങ്. അതായത് അർത്ഥങ്ങളുടെ ദേവന് ഒരു ബലി കഴിക്കുകയാണ്. വെൻ ഹി സ്റ്റാമേഴ്സ്, അവൻ ഓരോ തവണ വിൽക്കുമ്പോഴും. വൈ ഡസ് ദ പോയറ്റ് റിഫേഴ്സ് ടു ദ ലിംഗ്വിസ്റ്റ് ഹിയർ? A linguist is a person skilled in the science of language. So he is a language scientist. However, he cannot tell whether stammer preceded language or not. So എന്നിരുന്നാലും അദ്ദേഹത്തിന് അറിയില്ല വിക്കാണോ ആദ്യം ഉണ്ടായത് അല്ലെങ്കിൽ ഭാഷയാണോ ആദ്യം ഉണ്ടായത് എന്ന്. When does stammer become a social phenomenon? ഒരു സാമൂഹ്യ പ്രതിഭാസമായി സ്റ്റാമർ, വിക്ക് മാറുന്നത് എപ്പോഴാണ്? Stammer becomes a social phenomenon when all people stammer. എല്ലാ ആളുകളും വിൽക്കുമ്പോൾ അതൊരു സാമൂഹിക പ്രതിഭാസമായി മാറും. In that situation, stammer becomes their mother tongue.
സോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ സ്റ്റാമർ അല്ലെങ്കിൽ വിക്ക് അവരുടെ മദർ ടങ് മാതൃഭാഷയായി മാറുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം. Do you think that the words "just as it is with us now" refer to our response to burning social issues in general? Why? So ഇവിടെ പറയുന്നുണ്ട് do you think that the word "just as it is with us now" ഓക്കെ, നമുക്കിനി അതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. The poet indirectly hints that no language is perfect. പോയറ്റ് ഇവിടെ പറയുകയാണ് ഒരു ഭാഷയും പൂർണ്ണമല്ല, പെർഫെക്റ്റ് അല്ല, കംപ്ലീറ്റ് അല്ല. അതിൻ്റെ വാക്കുകളുടെ കാര്യത്തിലായാലും അർത്ഥത്തിൻ്റെ കാര്യത്തിലായാലും പ്രവൃത്തികളുടെ കാര്യത്തിലായാലും ലാംഗ്വേജ് ഈസ് ഇൻകംപ്ലീറ്റ്. ദർ ഈസ് സ്റ്റാമർ, അവിടെ ഇവിടെ ആയിട്ട് വിക്കുകൾ നമുക്ക് കാണാം. ദാറ്റ് മീൻസ് പീപ്പിൾ കാൺട്ട് യൂസ് എ വേർഡ് വിത്ത് ഇറ്റ്സ് ഡെഫിനിറ്റ് മീനിങ്. അതിൻ്റെ അർത്ഥം ആളുകൾക്ക് ഒരു വാക്ക് അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ പലപ്പോഴും ഉപയോഗിക്കാൻ പറ്റാതായി വരും. അവർ പെർസ്പെക്റ്റീവ്സ് മേക്ക് ഡിഫറൻസ് ഇൻ മീനിങ്. അത് മാത്രമല്ല നമ്മുടെ കാഴ്ചപ്പാടുകൾ അർത്ഥതലങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാക്കും. The same word may have different connections according to various situations. ഒരേ വാക്കിന് തന്നെ സിറ്റുവേഷൻസ് അനുസരിച്ച് വ്യത്യസ്ത ബന്ധങ്ങളായിരിക്കും ഉണ്ടാകുക. ഓരോ സിറ്റുവേഷനിലും ഓരോ വാക്കും ഓരോ രീതിയിലായിരിക്കും ഉപയോഗിക്കപ്പെടുക. Hence, the present language we use also has its own imperfections and limitations. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഭാഷയ്ക്കും അതിൻ്റേതായ ഇംപെർഫെക്ഷനും ലിമിറ്റേഷൻസും, അതായത് അതിൻ്റേതായ പരിമിതികളും ഉണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അതാണ് ജസ്റ്റ് ആസ് ഇറ്റ് ഈസ് വിത്ത് അസ് നൗ. അതായത് ഈ ഭാഷ ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് ചില പരിമിതികളും അതുപോലെ തന്നെ പരിധികൾക്കുമുള്ളിലാണ് ഉള്ളത്. അതായത് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള ഭാഷയ്ക്ക് ചില പരിമിതികളുണ്ട്. ആ പരിമിതികളിൽ വെച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്, ഈ ഭാഷ ഉപയോഗിക്കുന്നത് എന്നാണ് ഇവിടെ പോയിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് കമ്പാരിസൺ ഇൻ ദ പോയം ഡു യു ലൈക്ക് ദ മോസ്റ്റ്? വൈ? പോയത്തിലെ ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും മികച്ച കമ്പാരിസൺ ഏതാണ്? സ്റ്റാമർ ഈസ് കമ്പയർഡ് ടു ഓഫറിംഗ് സാക്രിഫൈസ് ടു ദ ഗോഡ് ഓഫ് മീനിങ്. അർത്ഥങ്ങളുടെ ദേവന് ഒരു സാക്രിഫൈസ്, ഒരു ബലിയാണ് സ്റ്റാമറിലൂടെ നമ്മൾ നൽകുന്നത്. ദോ വി വാണ്ട് ടു യൂസ് എ പെർഫെക്റ്റ് ലാംഗ്വേജ്, ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ഇൻ ദിസ് ടെമ്പറൽ വേൾഡ്. അതുമാത്രമല്ല ഈ ലോകത്ത് നമുക്കൊരു പൂർണ്ണമായും പെർഫെക്റ്റായ ഒരു ലാംഗ്വേജ് ഉപയോഗിക്കുക എന്ന് പറയുന്നത് അത്ര സാധ്യമായ കാര്യമല്ല. ദെൻ ആക്ടിവിറ്റി 2, ബ്ലോഗിങ്. എന്താണ് ബ്ലോഗിങ്? ബ്ലോഗിങ്ങിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് കൃത്യമായ ഒരു ക്ലാസ് എടുത്ത് തരേണ്ടതില്ല. ബ്ലോഗിങ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാവുന്ന ഒന്നാണ്. അതായത് എന്താണ് ബ്ലോഗിങ്? അതായത് ഇൻ്റർനെറ്റ് എന്ന പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഡയറി എഴുതുന്ന പോലെ നമ്മുടെ ഓരോ ദിവസത്തെയും കാര്യങ്ങൾ നമ്മൾ എഴുതി കുറിച്ചു വെക്കുന്നതിനെയാണ് നമ്മൾ ബ്ലോഗിങ് എന്ന് പറയുന്നത്. A blog is a space with the help of which you can publish your thoughts and ideas on the web. അതായത് നമ്മുടെ ഐഡിയാസും തോട്ട്സും നമുക്ക് പബ്ലിഷ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അതായത് ഓൺലൈനിൽ നമുക്ക് പബ്ലിഷ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ബ്ലോഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ സൈറ്റ്സ് ഒക്കെ ഇത്ര വിപുലമാകുന്നതിന് മുമ്പ് ഒരു കാലത്ത് ബ്ലോഗുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ബ്ലോഗുകൾ അത്ര കാര്യമായിട്ടില്ല. ആരെങ്കിലും എന്തെങ്കിലും പബ്ലിഷ് ചെയ്യണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ വോളിൽ പബ്ലിഷ് ചെയ്യും, അല്ലെങ്കിൽ ട്വിറ്റർ ചെയ്യും നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ വാട്സപ്പിൽ സ്റ്റേറ്റസ് ആയിട്ടിടും, അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റയിൽ എന്തെങ്കിലും ചെയ്യും. ബ്ലോഗ് ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. നമ്മുടെ ഐഡിയാസും തോട്ട്സും എല്ലാം എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന ഒരു പ്ലാറ്റ്ഫോമായിരുന്നു ബ്ലോഗ്. It is also an interactive space where you can comment on someone else's post. അതായത് ആരുടെയെങ്കിലും പോസ്റ്റ് ഉണ്ടെങ്കിൽ അതിന് താഴെ നമുക്ക് കമൻറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസും കൂടെ ബ്ലോഗിൽ ഉണ്ടായിരുന്നു. ബ്ലോഗ്സ് ആർ ലൈക്ക് കമൻട്രീസ് ഓർ പേഴ്സണൽ ഡയറീസ്. നമ്മുടെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ചുള്ള കമൻട്രീസോ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഡയറി ആയിട്ടോ നമുക്ക് ബ്ലോഗിനെ കണക്കാക്കാം. ക്രിയേറ്റ് എ ക്ലാസ് ബ്ലോഗ് ആൻഡ് അപ്ലോഡ് യുവർ തോട്ട്സ് അബൌട്ട് ദിസ് പോയം. സോ നിങ്ങൾ ഒരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യുക, അതിനുശേഷം നിങ്ങളുടെ തോട്ട്സ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു ബ്ലോഗ് എഴുതുക. ഏതെങ്കിലും ഒരു ടോപ്പിക്ക് വന്നിട്ട് പ്രിപ്പയർ എ ബ്ലോഗ് ഓൺ ദാറ്റ് ടോപ്പിക് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ബ്ലോഗ് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ബ്ലോഗിനൊരു ടൈറ്റിൽ വേണം. ഓക്കെ, ഒരു ടൈറ്റിൽ എഴുതുക. അപ്പം നമുക്ക് ഈ പോയത്തിനെ കുറിച്ചൊരു ബ്ലോഗ് എഴുതാം. ഈ പോയത്തെക്കുറിച്ചൊരു ബ്ലോഗ് എഴുതുമ്പോൾ ആദ്യം ഈ പോയത്തിൻ്റെ ഒരു ടൈറ്റിൽ വേണം. അതിനുശേഷം
നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്നാണ് ഈ പോയം എഴുതുന്നത്. ഇപ്പോൾ November 16 അല്ലെങ്കിൽ November 17, 2020 എന്ന് ഒരു ഡേറ്റ് കൊടുക്കുക. അതിനുശേഷം ആരാണ് ബ്ലോഗ് എഴുതുന്നത്, നെയിം ഓഫ് ദ റൈറ്റർ. അതിനുശേഷം നിങ്ങൾ വളരെ സിമ്പിളായിട്ട് വളരെ പ്ലെയിൻ ലാംഗ്വേജിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ നിങ്ങളുടെ ബ്ലോഗ് എഴുതാം. ഓക്കെ, ഇന്ന ലാംഗ്വേജിൽ ഇന്ന ടെൻസിൽ എഴുതണം എന്നൊന്നുമില്ല. ഇപ്പോൾ പാസ്റ്റാണ്, നിങ്ങൾ കഴിഞ്ഞ കാര്യത്തെക്കുറിച്ചാണെങ്കിൽ പാസ്റ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ പ്രസന്റ്, ഇനി നടക്കാൻ പോകുന്നതാണെങ്കിൽ ഫ്യൂച്ചർ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ എഴുതുന്ന സംഭവത്തെ അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യത്തെ അടിസ്ഥാനപ്പെടുത്തി വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇപ്പോൾ ബ്ലോഗിനെ കുറിച്ചൊരു ഏകദേശ ധാരണ ഉണ്ടായല്ലോ. ഓക്കെ, അപ്പോൾ ഇതിലെ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് നിങ്ങൾ എനിക്ക് എഴുതി അയയ്ക്കുക. അതുപോലെ തന്നെ ആക്ടിവിറ്റി 1, ആക്ടിവിറ്റി 2 രണ്ടും നിങ്ങൾ പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയയ്ക്കുക. Okay, thank you for watching my video. Thank you very much.